പരീക്ഷാ മാസ്റ്റർ പ്ലാൻ 3 ദിവസം കൊണ്ട് സിലബസ് തീർക്കാം. നമ്മുടെ ഇടയിലെ മഹേഷുമാരെക്കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പരീക്ഷയ്ക്ക് വെറും 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരിക്കും മഹേഷ് ആദ്യമായി ആ പുസ്തകം കയ്യിലെടുക്കുന്നത്. പുസ്തകത്തിന് മുകളിലെ പൊടി തട്ടിമാറ്റാൻ തന്നെ അരമണിക്കൂർ വേണം. പിന്നെ തുടങ്ങുകയാണ് ഹൈലൈറ്റിംഗ് ഉത്സവം. നോട്ട്ബുക്കും ഹൈലൈറ്ററും എടുത്ത് ഓരോ വരിയും പ്രധാനപ്പെട്ടതാണെന്ന് കരുതി വരച്ച് അവസാനം ആ പേജ് മൊത്തം ഒരു മഞ്ഞ കടലാസ് പോലെയാകും. 3 മണിക്കൂർ കഷ്ടപ്പെട്ട് മഹേഷ് പഠിച്ചത് വെറും 2 പേജ്. ഈ വേഗതയിൽ പോയാൽ പരീക്ഷ കഴിയുമെന്നല്ലാതെ സിലബസ് തീരില്ല. നിങ്ങൾ ചിരിക്കാൻ വരട്ടെ, നമ്മളിൽ പലരിലും ഒരു മഹേഷ് ഒളിഞ്ഞിരിപ്പുണ്ട്. അവസാന നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ. എന്നാൽ ഇതൊരു സാധാരണ സ്റ്റഡി ടിപ്സ് വീഡിയോ അല്ല. വെറും 3 ദിവസം കൊണ്ട് ഏതൊരു സബ്ജക്റ്റും പഠിച്ചു തീർക്കാനുള്ള ഒരു മാസ്റ്റർ സിസ്റ്റമാണിത്. സ്മാർട്ടായി പഠിച്ച് എങ്ങനെ ടോപ്പറാകാം എന്ന് നമുക്ക് നോക്കാം. ഘട്ടം 1: പ്ലാനിംഗ്. ഗോൾഡ് മൈൻ കണ്ടെത്തുക. പുസ്തകം തുറന്നാലുടൻ 1-ാം പേജ് മുതൽ വായിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇത് നോവൽ വായനയല്ല, പരീക്ഷാ തയ്യാറെടുപ്പാണ്. ഹാർഡ് വർക്കല്ല ഇവിടെ വേണ്ടത്, സ്ട്രാറ്റജിക് വർക്കാണ്. ആദ്യം നിങ്ങളുടെ സിലബസും കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളും മുന്നിൽ വയ്ക്കുക. ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത്? എവിടെയാണ് അധ്യാപകർ കൂടുതൽ ഊന്നൽ നൽകുന്നത്? അതാണ് നിങ്ങളുടെ ഗോൾഡ് മൈൻ. 15 മാർക്കിന് ചോദ്യം വരുന്ന ഒരു വലിയ ചാപ്റ്ററും 2 മാർക്കിന് മാത്രം ചോദ്യം വരുന്ന മറ്റൊരു ചാപ്റ്ററും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തീർക്കേണ്ടത് ആ 15 മാർക്കിന്റെ ചാപ്റ്ററാണ്. ഇതിനെയാണ് ഹൈ ഈൽഡ് പഠനം എന്ന് പറയുന്നത്. പലരും പ്ലാനിങ്ങിനു വേണ്ടി മാത്രം ഒരുപാട് സമയം കളയാറുണ്ട്. അതൊഴിവാക്കാൻ ഡിജിറ്റൽ പ്ലാനറുകളോ അല്ലെങ്കിൽ ഒരു ഡയറിയോ ഉപയോഗിക്കാം. പ്ലാനിംഗ് കൃത്യമായാൽ പകുതി വിജയിച്ചു. പഠന കാര്യങ്ങൾ പറയുന്നതിനിടയിൽ നിങ്ങളോടൊരു പ്രധാന കാര്യം പങ്കുവയ്ക്കാനുണ്ട്. പരീക്ഷാ സീസണിൽ നമ്മുടെ ശാരീരിക ക്ഷമതയും വളരെ പ്രധാനമാണ്. മനസ്സിന് തെളിച്ചം കിട്ടാൻ ശരീരം ഉന്മേഷത്തോടെയിരിക്കണം. പലരും ജിമ്മിൽ പോകാൻ സമയമില്ല എന്ന് പരാതി പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന ഒരു ഓൺലൈൻ വീഡിയോ കോഴ്സ് തയ്യാറാക്കിയത്. യഥാർത്ഥത്തിൽ 3999 രൂപ വിലയുള്ള ഈ പ്രീമിയം കോഴ്സ് വെറും സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ ഒരു അത്ലറ്റിക് ബോഡി ഉണ്ടാക്കാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങൾ ഈ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അഥവാ യൂട്യൂബ് ജോയിൻ ബട്ടൺ വഴി വെറും 89 രൂപയ്ക്ക് ഈ 3999 രൂപയുടെ പ്രീമിയം കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. പഠനത്തോടൊപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താനും ഇതിലും നല്ലൊരവസരം വേറെയില്ല. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകൂ. ഇനി നമുക്ക് പഠനത്തിലേക്ക് തിരിച്ചുവരാം. ഘട്ടം 2: ഒരു എക്സാമിനറെ പോലെ ചിന്തിക്കുക. നിങ്ങളൊരു വിദ്യാർത്ഥിയായല്ല, മറിച്ച് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നയാളായി ചിന്തിച്ചു തുടങ്ങുക. ഒരധ്യാപകനും രാത്രി ഉറക്കമിളച്ചിരുന്ന് വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ല. സിലബസ് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഇമ്പോർട്ടന്റ് എന്ന്. ചോദ്യങ്ങൾ പ്രധാനമായും 3 ലെവലുകളിലാണ് വരുന്നത്. റീകോൾ ലെവൽ: നേരിട്ടുള്ള ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, എന്താണ് പ്രകാശം സംശ്ലേഷണം? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ: 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ താരതമ്യമോ ചോദിക്കുന്നവ. ആപ്ലിക്കേഷൻ ലെവൽ: ഒരു സാഹചര്യം തന്നിട്ട് നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തേണ്ടവ. കേസ് സ്റ്റഡീസ്: നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്ക് കാണുമ്പോഴും സ്വയം ചോദിക്കുക, ഇതിൽ നിന്ന് ഒരു 5 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രോബബിലിറ്റി നോക്കി പഠിക്കുന്നത് പരീക്ഷാ ഹാളിൽ വലിയ മാറ്റമുണ്ടാക്കും. ഘട്ടം 4: ഹൈ റിട്ടേൺ വിവരങ്ങൾക്ക് മുൻഗണന നൽകുക. പ്ലേ ഫോർ റിട്ടേൺ. എല്ലാ വിവരങ്ങളും ഒരുപോലെയല്ല. ചില വിവരങ്ങൾ പഠിച്ചാൽ ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ. എന്നാൽ ചില അടിസ്ഥാന തത്വങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ അതുവെച്ച് 5-10 ചോദ്യങ്ങൾ വരെ എഴുതാൻ സാധിക്കും. സ്മാർട്ട് സ്റ്റഡി എന്നാൽ ഹൈ റിട്ടേൺ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ്. ഡേറ്റുകളും നമ്പറുകളും കാണാപാഠം പഠിച്ച് സമയം കളയാതെ വിഷയത്തിന്റെ കാതൽ മനസ്സിലാക്കുക. പരീക്ഷാ ഹാളിൽ നമ്മുടെ മെമ്മറി ചിലപ്പോൾ നമ്മെ ചതിച്ചേക്കാം, പക്ഷേ ലോജിക് ഒരിക്കലും ചതിക്കില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വാചകങ്ങളിൽ ഉത്തരമെഴുതാൻ സാധിക്കും. ഇത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്തിക്കും. ഘട്ടം 5: ലേണിംഗ് ഹാക്കുകൾ. ഇൻഫർമേഷൻ സിംപ്ലിഫിക്കേഷൻ. തലച്ചോറിന് സങ്കീർണമായ കാര്യങ്ങളോട് വലിയ താൽപ്പര്യമില്ല. ടെക്സ്റ്റ് ബുക്കുകളിലെ കടുപ്പമേറിയ ഭാഷ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ ലളിതമാക്കുക. 5 വയസ്സുകാരനോട് വിവരിക്കുന്നത് പോലെ ഒരു വലിയ പാരഗ്രാഫ് വായിച്ചാൽ അത് വളരെ ലളിതമായ മലയാളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു വരിയായി ചുരുക്കുക.
ഫ്ലോ ചാർട്ട്സ് ആൻഡ് വിഷ്വൽസ്. വലിയ പാരഗ്രാഫുകളെ ചെറിയ ഫ്ലോ ചാർട്ടുകളാക്കി മാറ്റുക. ആദ്യം ഇത് സംഭവിച്ചു, പിന്നെ അത് സംഭവിച്ചു എന്ന രീതിയിൽ ആരോ മാർക്കുകൾ ഉപയോഗിച്ച് വരച്ചുവെക്കുന്നത് ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമാണ്. കമ്പാരിസൺ മെത്തേഡ്. 2 വ്യത്യസ്ത കാര്യങ്ങളെ താരതമ്യം ചെയ്തു പഠിക്കുക. ഉദാഹരണത്തിന്, സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം ഒരു ടേബിൾ രൂപത്തിൽ പഠിച്ചാൽ അത് മറന്നുപോകില്ല. ഒറ്റപ്പെട്ട വസ്തുതകളെക്കാൾ താരതമ്യങ്ങൾ നമ്മുടെ ബ്രെയിൻ വേഗത്തിൽ അബ്സോർബ് ചെയ്യും. ഘട്ടം 6. ഒരു കോർ ഷീറ്റ് തയ്യാറാക്കുക. പഠിക്കുന്ന സമയത്ത് ഒരു റഫ് പേജ് കൂടെ കരുതുക. ഇതിൽ നോട്ട്സ് എഴുതുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ മറന്നുപോകാൻ സാധ്യതയുള്ള ഫോർമുലകൾ, ഡയഗ്രമുകൾ, പ്രധാന വർഷങ്ങൾ, കൺഫ്യൂസിംഗ് ആയ പോയിന്റുകൾ എന്നിവ മാത്രം അതിൽ കുറിക്കുക. പരീക്ഷയ്ക്ക് തൊട്ടു മുൻപുള്ള ആ പാനിക് സമയത്ത് 200 പേജുള്ള പുസ്തകം പേജ് മറിച്ചു നോക്കുന്നതിനേക്കാൾ ഈ ഒറ്റ പേജ് കോർ ഷീറ്റ് നോക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ പരീക്ഷയ്ക്ക് മുൻപ് സ്മാർട്ടായി റിവൈസ് ചെയ്യാനുള്ള വഴിയാണിത്. ഘട്ടം 6. മൈൻഡ്സെറ്റ് ഷിഫ്റ്റ്. ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. പരീക്ഷയ്ക്ക് 3 ദിവസമുള്ളതുകൊണ്ട് 18 മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിക്കുന്നത് വെറും പാനിക്കാണ്. ഒരു മനുഷ്യന് ഫുൾ ഫോക്കസിൽ പരമാവധി 8 മുതൽ 9 മണിക്കൂർ വരെ മാത്രമേ പഠിക്കാൻ സാധിക്കൂ. ഡീപ്പ് വർക്ക് സെഷൻസ്. ഫോൺ മറ്റൊരു മുറിയിൽ വെട്ടുക. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. 2 മണിക്കൂർ തുടർച്ചയായി പഠിക്കുക. അതിനുശേഷം 20 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഉറക്കം പ്രധാനമാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് പരീക്ഷാ തലേന്ന് ഉറക്കമിളയ്ക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ മോശമായി ബാധിക്കും. 6 മുതൽ 7 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുക. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഈ പറയുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ സ്മാർട്ടായി വിജയിക്കാനുള്ള വഴികളാണ്. പക്ഷേ പരീക്ഷാ വിജയം മാത്രമല്ല ജീവിതം. ഈ ടിപ്സുകൾ നിങ്ങളെ സമ്മർദ്ദമില്ലാതെ പഠിക്കാൻ സഹായിക്കാനാണ്. ഇതൊരു കുറുക്കുവഴിയായി കാണാതെ നിങ്ങളുടെ പഠനരീതി മെച്ചപ്പെടുത്താനുള്ള ഒരു സിസ്റ്റമായി കാണുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ 500-ലധികം മെമ്പേഴ്സ് ഉണ്ട്. അവർക്കായി നമ്മൾ സ്പെഷ്യൽ സ്റ്റഡി മെറ്റീരിയലുകളും ഗൈഡൻസും നൽകാറുണ്ട്. നിങ്ങളും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ മറക്കരുത്. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾ എങ്ങനെ പോകുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഷൗട്ട് ഔട്ട് മറക്കണ്ട. നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തെറ്റിക്സ് ഗൈഡ് ഇപ്പോൾ ചാനൽ മെമ്പേഴ്സിന് വെറും 89 രൂപയ്ക്ക് ലഭ്യമാണ്. താഴെയുള്ള ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് ഇപ്പോഴുള്ള 500 മെമ്പേഴ്സിനോടൊപ്പം നിങ്ങളും ചേരൂ. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഫോക്കസ്ഡ്. ഓൾ ദി ബെസ്റ്റ്.